ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒട്ടുമില്ലാതെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. മാങ്ങയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാം. ഉലുവ ഒരുപാട് അങ്ങ് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഇതുപോലെ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓണാക്കാതെയാണ് ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുത്ത് വളരെ തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി, കരിഞ്ഞു പോവാതെ വേണം ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഈ പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയിലോട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ അനത്തി വെച്ചിരുന്ന പൊടികൾ തണുത്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സ്പൂണ് നിറയെയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന കടുകും ഉലുവയും ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തരിതരിപ്പോടെ വേണം ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 75 ഗ്രാമിനടുത്ത് നല്ലെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാണ്. ഈ അച്ചാറിന് നമുക്ക് നല്ലെണ്ണയ്ക്ക് പകരം കടുകെണ്ണയും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളല്ലാതെ സാധാരണ അച്ചാറിടുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി എണ്ണ നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ചെറിയ ചൂടോടുകൂടി തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ നമ്മൾ നല്ലെണ്ണ ചൂടാക്കുന്ന സമയത്ത് വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഈ മാങ്ങ 2 ദിവസം ഇതുപോലൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറും കൂടാണിത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.